അതിന് പറഞ്ഞുതരാം. അവിടുന്ന് ഹലോ നമസ്കാരം. MSCP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായി ഓൺ ഫേസിൽ വന്നിട്ട്, അപ്പോൾ ആദ്യമായിട്ട് ഇനി ഓൺ ഫേസിൽ വന്നിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ ബാക്കിൽ നിൽക്കുന്ന മാനവക്കാനെ കുറച്ച് കാലം മുമ്പ് 2-3 വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഈ കുളത്തെ ബേസ് ചെയ്തിട്ട്. നാളെ ഇവിടെ നമ്മളെ വരാൽ കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മാനവക്കാനോട് ചോദിച്ചറിയാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇത് തിരുനാവായ പഞ്ചായത്ത് 23-ാം വാർഡ് മാനവക്കാൻ്റെ അടുത്താണ്, അതായത് ചെനപ്പുറം പള്ളിക്ക് അടുത്ത്. ഇപ്പോൾ ഈ കുളം പടുതാക്കുളമായിട്ടാണ് ഇന്നത് സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തത് ആസാം വാള വളർത്തി. ഇപ്പൊ ഇതിലെന്താണ് ഉള്ളത്? ഇപ്പോൾ കണ്ണൻ എന്ന് പറയും, നമ്മുടെ നാടൻ ഭാഷയിൽ വരാൽ എന്ന് പറയും. വരാല് ഇപ്പോൾ ഏകദേശം ഒരുപാട് ആളുകളൊക്കെ ഈ വരാൽ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാള പതുക്കെ മാറ്റുന്നുണ്ട്, വാള ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൽ വലിയൊരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയണത്. പിന്നെ ഇപ്പോ വരാൽ കൃഷി സാമ്പിൾ അടിസ്ഥാനത്തിൽ കുറച്ച് ഇറക്കി നോക്കിയതാണ്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് സംരംഭമാണ്. പിന്നെ അത് സർക്കാരിന്റെ സുഭിക്ഷ കേരള ജനകീയ മത്സ്യകൃഷി ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് സബ്സിഡി ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ എവിടുന്നാ വാങ്ങിയത്? ഇവിടുന്ന് പരപ്പനങ്ങാടി ഉള്ളാണം ഫാം. ഉള്ളണം. പിന്നെ ഏകദേശം എത്ര കുഞ്ഞുങ്ങൾ ഇട്ടായിരുന്നു ഇതില്? 650 കുഞ്ഞുങ്ങൾ. 650 കുഞ്ഞുങ്ങൾ ഇട്ടിട്ട് എത്രയായി? ഇപ്പോൾ ടോട്ടൽ 6 മാസം കഴിഞ്ഞ് ഇതിലിട്ടിട്ട് 5 മാസം ആകുന്നുള്ളൂ. 1 മാസത്തിന് മേലെ പുറത്ത് ട്രീറ്റ് ചെയ്ത് നിർത്തിയൊക്കെയായിരുന്നു. അവരെ സംരക്ഷിച്ച് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം 1 മാസത്തിന് മേലെ അവരൊന്ന് നിരീക്ഷിച്ചതിന് ശേഷമാണ് കുളത്തിലേക്ക് റെഡിയാക്കിയിട്ട് കുളത്തിലേക്ക് മാറ്റുന്നത്. അവരെ വെള്ളമൊക്കെ എങ്ങനെയാണ് അപ്പൊ ഇതിൽ മാറ്റലൊക്കെ? വെള്ളം 4 ദിവസം കൂടുമ്പോൾ ഞാൻ തോട്ടം നനയ്ക്കാനുള്ള വെള്ളം കൂടെ അടിക്കും. വെള്ളം നിറച്ചു കൊടുക്കും. തന്നെ ചെയ്യുള്ളൂ. ഫിൽറ്റേഴ്സിനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അവർക്ക്. പിന്നെ തീറ്റ എന്താണ് കൊടുക്കുന്നത്? തീറ്റ ഇതിന്റെ ഇത് വരുന്നുണ്ട്, മറ്റേ A1 എന്ന് പറഞ്ഞ ഇതിന്റെ ഇതാണ് ആയ മുതല് ചെറിയത് മുതല് പിന്നെ 0.2 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാവോ. 0.6 മുതൽ 6 മുതൽ ഇപ്പൊ വന്ന് 4 mm എത്തി. 4 mm എത്തി. 4 mm തീറ്റയാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ അതായത് അത്യാവശ്യം വളർച്ച കഴിഞ്ഞ പോലെ ഇനിയുള്ളത് 6 mm ആണ്. അപ്പൊ പിന്നെ 1 കിലോക്കൊക്കെ പുറത്തേക്കാവും. ഇപ്പൊ 1 കിലോന്റെ അടുത്ത് വരെ എന്തുണ്ട്? 1/2 കിലോന്റെ മേലെ എന്തായാലും ഉണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉള്ളത്. 1/2 കിലോക്ക് മേലുണ്ട്. അതിന് മേലെ ഓവർ വലുപ്പമായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വളർച്ചയ്ക്ക് ദോഷം ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് വിൽക്കുമ്പോൾ വിലയിലും വേറെതിലും മാറ്റം വരും, ടേസ്റ്റിനും വ്യത്യാസം വരും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അത് എന്താണ്? നാളെ രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സൂറാബി ഉദ്ഘാടനത്തിന് എത്തുമ്പോൾ അതോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയപ്പള്ളി നാസറുണ്ട്, വൈസ് പ്രസിഡന്റ് മുസ്തഫ ഉണ്ട്, പിന്നെ ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥന്മാർ 2 ആളുണ്ട്, പിന്നെ കോർഡിനേറ്റർ ജലീലുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം. ഇപ്പൊ നിലവിൽ ഇതില് ഏതെങ്കിലും ഈ ചാവ് എങ്ങനെ ഒരു പേരിനൊരു 5 ഒരു 10 താഴെ 650 കൊണ്ടുവന്നത്. അപ്പൊ ഏകദേശം 600 മേലെ 600 മേലെ എന്തായാലും ഇതിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് വരാൽ കൃഷി നോക്കുകയാണെങ്കിൽ സാധാരണ വാള മെച്ചാണ്. ഓക്കെ. ഇപ്പൊ ഒരുപാട് ആളുകൾ പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പണ്ടൊക്കെ കണ്ണൻ, അതായത് വരാല് നമ്മളെ കുളത്തും പാടത്തൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആളുകൾ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വിൽക്കുന്നുണ്ട്. കാരണം മത്സ്യങ്ങൾ കുറവുള്ള സമയങ്ങളിലൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല പോഷകാഹാര ഗുണമുള്ള മത്സ്യങ്ങളാണ് പുഴ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളൊക്കെ. അപ്പോൾ
ഇപ്പോൾ ഇത് നാളെ കൊടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ അപ്പോഴത്തെ സാഹചര്യത്തിലാണോ അതോ? ഫിഷറീസിന്റെ കണക്കിൽ 600 മേലേക്ക് വിൽക്കാനാണ്, നമ്മൾ 500 രൂപ വെച്ച് കൊടുക്കാനാണ് തീരുമാനം. കിലോ 500 രൂപ 500 രൂപ വെച്ചിട്ട് കൊടുക്കാൻ. അതായത് കിലോക്ക് മേലുണ്ട്. ഇവിടെ മാർക്കറ്റിൽ നിന്ന് 800-1000 ഒക്കെയാണ് മാർക്കറ്റിൽ പുത്തനാനിക്കൊക്കെ കൊടുക്കുന്നത്. പിന്നെ കിലോക്കുള്ള മീന് നമ്മളെ തീറ്റ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പെരലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റില് പെരല് സുലഭമായി തോട്ടിൽ നിന്ന് കിട്ടിയ സമയത്ത് പെരലൊന്നും എല്ലാം കോരിട്ട് കൊടുത്തിട്ടുണ്ട്. പെരലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അശോള അവർക്ക് ഇതിനു വേണ്ടിയിട്ട് അശോള കൃഷി ചെയ്യാൻ അതിൽ കൊടുത്തിട്ടിട്ടുണ്ട്. അശോള അവർ അതിനോട് കൂടെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വാള വളർത്തിയിട്ടുണ്ട്, അതേപോലെ ഇതും വളർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഗുണങ്ങളൊക്കെ ഇനിയിപ്പോ നാളെ എടുത്തതിന്റെ ശേഷം അറിയാൻ കഴിയുള്ളൂ. എന്നാലും ഇപ്പൊ നിങ്ങൾ പഠിച്ചിടത്തോളം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഇത് തന്നെയാണ് മെച്ചം തോന്നുന്നത്. കാരണം വളർച്ചയിലും പണി കുറവാണ്. അതിന് മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാരണം ചത്തുപൊന്ത, പിന്നെ ഫിൽട്രേഷന്റെ ഇത് കറണ്ടിന്റെ ചെലവ്, ആ വക കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. വാളൊക്കെ ആവുമ്പോ ഫിൽട്രേഷൻ വേണം, കുറെ ചാവും. പിന്നെ തീറ്റയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ചേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊന്നുമില്ല, കുറഞ്ഞ തീറ്റ കൊടുത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് തിന്ന് കഴിഞ്ഞാൽ നോക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടുകൾ കുറവാണ്. തീറ്റ 2 നേരമോ 3 നേരമോ 4 നേരം ഇട്ട് കൊടുക്കണം. അത്ര 4 നേരമാണ് ഇവരെ തീറ്റന്റെ കണക്ക്. ഞാൻ 3 നേരം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ ഇവർ ഇത് സാധാരണഗതിയിൽ പൊന്തി വരാറുണ്ട് അല്ലേ? പൊന്തി കിടക്കുന്ന തീറ്റയാണ്. താഴെ പോയി കെടുക്കാൻ തോന്നുന്നല്ലേ? ഇല്ല, മേലെ വന്നിങ്ങനെ കെടുക്കും. അവർ വന്ന് തിന്നെടുക്കും. മീനിപ്പോ താഴെയാണ് ഉള്ളത്. നമ്മൾ സൗണ്ട് വെച്ച് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സൂക്ഷ്മതയുള്ള ആൾക്കാരാണ് അവര്. നമ്മളെ ആൾപെരുമാറ്റം ശബ്ദം കണ്ടപ്പോഴാണ് ആളുകൾ മുകളിലോട്ട് വരാത്തത്. പതുക്കെ മറ്റേത് ഞാൻ ഇവിടെ ഒക്കെ ആദ്യം നേരത്തെ വന്നപ്പോൾ നല്ല ശബ്ദം ഉണ്ടാക്കലായിരുന്നു. മുകളിൽ വന്ന് വെട്ടലും ചാടലും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ ശബ്ദം കേട്ടിട്ടാന്ന് തോന്നുന്നു മുകളിലോട്ട് വരുന്നില്ല. കുറേശ്ശെ ഇങ്ങനെ വന്ന് ഇതാക്കി പോവാണ്. നമ്മൾ സ്ഥലം ഒന്നും കൂടെ പറയാം. തിരുനാവായ പഞ്ചായത്ത് 23-ാം വാർഡ്, പിന്നെ ചെനപ്പുറം മഹല്ല് പള്ളിക്ക് സമീപം മാനുവാക്ക, പരിയാരത്ത് മാനുവാക്കാൻ്റെ പിന്നെ സ്ഥലത്താണുള്ളത്. അവിടെ വീടിൻ്റെ പുറകിലുള്ള ഈ ഒരു കുളത്തിൽ, പാടത്തോട് ചേർന്നുള്ള ഈ ഒരു കുളത്തിലാണുള്ളത്. അപ്പോൾ എല്ലാവരും നാളെ വരിക. പിന്നെ പറ്റുന്നവരൊക്കെ വാങ്ങി പോവുക. 10 മണിക്കാണ് വിളവെടുപ്പ് ഉദ്ഘാടനം. അതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവിടുന്ന് പിടിച്ചുകാണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ വെച്ച് വിൽക്കാനാണ് തീരുമാനമുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പരിയാരത്ത് മാനുവാക്കാൻ്റെ നമ്പർ വീഡിയോയുടെ ഇടയിൽ അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. പിന്നെ അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാണ്. നമ്മുടെ ചാനലിൽ വാഹനങ്ങൾ സംബന്ധമായിട്ട് അതേപോലെ തന്നെ ഈ ഫാം സംബന്ധമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.